ഹലോ, ഇന്ന് നമുക്ക് പറയാനുള്ളത് ടാലി പ്രൈമിന്റെ റിമൈനിങ് പാർട്ടാണ്. നമ്മൾ എങ്ങനെ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യുക, ആൾട്ടർ ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക എന്നൊക്കെ നോക്കി. ഇന്ന് നമുക്ക് അതെങ്ങനെ ബാക്കപ്പ് ചെയ്യുക, റീസ്റ്റോർ ചെയ്യുക, സ്പ്ലിറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ. ഒരു ഡാറ്റ എങ്ങനെ ബാക്കപ്പ് ചെയ്യുക, റീസ്റ്റോർ ചെയ്യുക, സ്പ്ലിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പൊ നമ്മൾ ബാക്കപ്പിന്റെ ആവശ്യം എങ്ങനെയാണ് വരുന്നത്? അതായത് ഒരു സിസ്റ്റത്തിലെ ഒരു എററോ അല്ലെങ്കിൽ ഒരു കമ്പനി ഡാറ്റകൾ നഷ്ടപ്പെടുമ്പോഴോ ആണ് എന്ത് നമ്മൾ ഡാറ്റകൾ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടത് വരെ. ഈ റീസ്റ്റോർ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം എന്താണ് ഡാറ്റ ബാക്കപ്പ് എടുത്ത് വെക്കേണ്ടി വരും അല്ലേ? ആദ്യം ഡാറ്റ ബാക്കപ്പ് എടുത്ത് വെച്ചാൽ മാത്രമേ നമുക്ക് ആ ഡാറ്റ പിന്നീട് എന്ത് ചെയ്യുള്ളൂ, റീസ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇത് നമ്മളൊരു ഫോണിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മളൊരു ഫോണ് നമ്മളൊരു പുതിയ ഫോൺ വാങ്ങാണ്. അപ്പൊ നമ്മൾ പഴയത്തെ ഡാറ്റകളെല്ലാം നമുക്ക് ഈ ഫോണിലേക്ക്, പുതിയ ഫോണിലേക്ക് നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും. അപ്പൊ അതിനു മുന്നേ നമ്മൾ ഈ പഴയ ഫോൺ മാറ്റുന്നതിന് മുമ്പ് തന്നെ ആദ്യം തന്നെ നമ്മൾ ഡാറ്റകളൊക്കെ എന്തായിരിക്കണം, റീസ്റ്റോർ ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ റീസ്റ്റോർ ചെയ്ത് സോറി, ഡാറ്റകളൊക്കെ ബാക്കപ്പ് എടുത്ത് വെക്കേണ്ടതുണ്ട്. ഇങ്ങനെ ബാക്കപ്പ് എടുത്ത ഡാറ്റകൾ മാത്രമേ നമുക്ക് പുതിയ ഫോണിലേക്ക് റീസ്റ്റോർ ചെയ്യേണ്ടതായിട്ട് വരുള്ളൂ അല്ലേ? അപ്പൊ നമ്മൾ ഇവിടെ നമ്മൾ ടാലി പ്രൈമിൽ എങ്ങനെയാണ് ഡാറ്റ ബാക്കപ്പ് ചെയ്യാന്നുള്ളത് ആദ്യം നമ്മൾ നോക്കണം. ഓക്കെ, അതിന് നമ്മൾ ബാക്കപ്പ് ചെയ്യാൻ ടാലി പ്രൈമിൽ എന്ത് ചെയ്യണം? ആദ്യം ഡാറ്റ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ. കമ്പനി, എക്സ്ചേഞ്ച്, ഡാറ്റ, ഇമ്പോർട്ട്, എക്സ്പോർട്ട് അതിൽ ഡാറ്റ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഡാറ്റ എന്നുള്ള ഓപ്ഷൻ എടുത്താൽ തന്നെ നമുക്കറിയാം അവിടെ ബാക്കപ്പ്, റീസ്റ്റോർ, സ്പ്ലിറ്റ് എന്നീ 3 ഓപ്ഷനുകളുണ്ട്. അതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്കിപ്പോൾ എന്താ ചെയ്യാനുള്ളത്? ബാക്കപ്പ് ചെയ്യാനാണ് ഉള്ളത്. ഓക്കെ, നമ്മൾ ഈ ബാക്കപ്പ് ചെയ്യാൻ ഈ ബാക്കപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ളൊരു ഇന്റർഫേസ് ആണ് വരുന്നത്. ഓക്കെ, ഇങ്ങനെ ഒരു ഇന്റർഫേസ്. അതിൽ നമ്മൾ എന്താണ്, ബാക്കപ്പ് ഡെസ്റ്റിനേഷൻ പാത്ത് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ അല്ലെ? ബാക്കപ്പ് ഡെസ്റ്റിനേഷൻ പാത്ത്, അതായത് നമുക്ക് എങ്ങോട്ടാണ് ഡാറ്റ ബാക്കപ്പ് ചെയ്യേണ്ടത്. ഇതിവിടെ സി ഡ്രൈവിലാണ് അല്ലെ? നമ്മുടെ സി ഡ്രൈവിലേക്ക് നമ്മൾ ബാക്കപ്പ് ചെയ്യും. അപ്പൊ അത് നമ്മൾ അവിടെ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ ആ ഫയലിലേക്കാണ് നമ്മളെ ഡാറ്റകൾ എന്ത് ചെയ്യേണ്ടത്, ബാക്കപ്പ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മളൊരു ബാക്കപ്പ് ഡെസ്റ്റിനേഷൻ പാത്ത് നമ്മൾ ആദ്യം ഈ സോഫ്റ്റ്വെയറിന് നമ്മൾ പറഞ്ഞു കൊടുക്കണം അല്ലെ? അപ്പൊ നമുക്ക് ഇവിടെ ഈ റൈറ്റ് സൈഡിൽ നോക്കാം, ലിസ്റ്റ് ഓഫ് ഫോൾഡേഴ്സ് എന്നുണ്ട്. അവിടെ സ്പെസിഫൈ പാത്ത് എന്നുള്ള ഓപ്ഷനും സെലക്ട് ഫ്രം ഡ്രൈവ് എന്നുള്ള ഓപ്ഷനും ഉണ്ട്. അതിൽ നമുക്കൊന്നെങ്കിൽ ഈ ഡ്രൈവിലുള്ള നമ്മൾ ഓൾറെഡി ഉള്ള ഡ്രൈവിലേക്ക് നമുക്ക് ബാക്കപ്പ് ചെയ്യാം. അതായത് ഡാറ്റ സ്റ്റോർ ചെയ്തേക്കാം, അല്ലെങ്കിൽ നമുക്ക് പുതിയൊരു പാത്ത് പറഞ്ഞെടുക്കാം. അപ്പൊ നമ്മൾ എങ്ങനെ പുതിയൊരു പാത്ത് പറഞ്ഞെടുക്കാൻ നോക്കാം. ഇവിടെ ഉണ്ടാവും സ്പെസിഫൈ ഫയൽ പാത്ത്. നമ്മൾ ആ സ്പെസിഫൈ ഫയൽ പാത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് വരുന്നത്. സ്പെസിഫൈ ഫയൽ പാത്ത്, നമ്മൾ ഒരു ഫയൽ പാത്ത് ഇവിടെ പറഞ്ഞെടുക്കാം. നമുക്കൊരു ഫയൽ പാത്ത് പറഞ്ഞെടുക്കാനും FGH എന്നുള്ള ഒരു ഫയൽ പാത്ത് നമുക്ക് പറഞ്ഞെടുക്കാം. എന്നിട്ട് ഞാൻ എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ പറയും ഇത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. നമുക്ക് പുതിയ ഫയൽ ഉണ്ടാക്കുകയാണല്ലോ, അപ്പൊ എക്സിസ്റ്റ് ചെയ്യില്ല, നിങ്ങൾക്ക് ഇത് ക്രിയേറ്റ് ചെയ്യണോ എന്നുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? യെസ് എന്നുള്ള ഓപ്ഷന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മള് അത് ക്രിയേറ്റ് ചെയ്യണോ എന്നുള്ളതിന്റെ യെസ് എന്നുള്ള ക്ലിക്ക് ചെയ്യാം. അങ്ങനെ നമ്മൾ എസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്താ FGH എന്നുള്ള ഒരു വന്ന് അല്ലേ? അപ്പൊ ഈ FGH നോക്കുമ്പോൾ കുറേ കമ്പനീസുകളുണ്ട്. കുറേ കമ്പനീസുകളുണ്ട്. അതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നാഷണൽ ട്രേഡേഴ്സ് എന്നുള്ള ഒരു കമ്പനി നമ്മൾ സെലക്ട് ചെയ്യാം. അപ്പൊ ഇവിടെ ഒരു നമ്പർ, ഈ നമ്പർ ഒന്ന് ഓർത്ത് നോക്കട്ടോ, 1010 ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ഈ FGH എന്നുള്ള ഫയലിലേക്ക് ഈ നാഷണൽ ട്രേഡേഴ്സ് എന്നുള്ള കമ്പനിയുടെ ഡാറ്റ എന്ത് ചെയ്യുക? ബാക്കപ്പ് ചെയ്യാണ്. എന്നിട്ട് നമ്മൾ ഇവിടെ എൻഡ് ഓഫ്
ലിസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്നിട്ട് നമ്മൾ അവിടെ ആക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു മെസ്സേജ് വരും. അപ്പൊ നമ്മൾ എന്താ ആപ്സ് ആക്സെപ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അപ്പൊ എന്താണ് ആ ഡാറ്റ ആക്സെപ്റ്റ് ചെയ്തു. ഇനി നമ്മൾ ചെയ്ത ഡാറ്റ ഉണ്ടാവുമല്ലോ അല്ലെ, നമ്മൾ ചെയ്ത ഡാറ്റ എന്താണ് നമ്മളെ ഫയലിൽ ഉണ്ടോ എന്നുള്ളത് നോക്കണം. നമ്മൾ FGH എന്നുള്ള ഒരു ഫയലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. അവിടെ നമ്മൾ ബാക്കപ്പ് ചെയ്ത ഡാറ്റ ആ ഫയലിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്ന് മിനിമൈസ് ചെയ്ത് കേട്ടോ, ടാലി പ്രൈമ്. എന്നിട്ട് നമ്മൾ എങ്ങനെ നോക്കുക, ദിസ് PCയിൽ പോയിട്ട് നമ്മൾ ഫയലൊക്കെ ഉള്ളത് അവിടെ C ഡ്രൈവിലാണ് അല്ലെ. C ഡ്രൈവിൽ നമ്മൾ FGH എന്നുണ്ടോ, FGH ഇവിടെ ഉണ്ട് നമ്മളത്. അതായത് നമ്മൾ നാഷണൽ ട്രേഡേഴ്സ് എന്നുള്ള കമ്പനിന്റെ, അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു അവിടെ ഒരു സീരിയൽ നമ്പർ നോക്കണം എന്നത് 1010. അതിന്റെ ഈ എൻഡ് ഓഫ് ഇതില് ആ സീരിയൽ നമ്പർ ആണ് അവിടെ ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്തായി, ആ ഡാറ്റ ബാക്കപ്പ് ചെയ്തു കഴിഞ്ഞു. അപ്പൊ നമ്മൾ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. നമ്മളെ ഇതില് എന്താണ് ഡാറ്റ ഉണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തി. ഓക്കെ അല്ലേ. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളത് എന്താണ്, നമ്മുടെ ഡാറ്റ റീസ്റ്റോർ ചെയ്യാം അല്ലെ. നമ്മൾ ഡാറ്റ റീസ്റ്റോർ ചെയ്യാണ് ചെയ്യുന്നത്. ഈ ഡാറ്റ റീസ്റ്റോർ ചെയ്യണമെങ്കിൽ എന്താണ്, ഫസ്റ്റ് ഡാറ്റ നമ്മളുടെ ഡിലീറ്റ് ആയിട്ട് പോകണം അല്ലെ. നമ്മൾ ഡാറ്റ ഡിലീറ്റ് ആയ ഡാറ്റകളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റീസ്റ്റോർ എന്നുള്ള പ്രോസസ്സിലൂടെ നമ്മൾ റീസ്റ്റോർ ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ഡാറ്റ ഒരു കമ്പനി വോച്ചർ എങ്ങനെയാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കണം. അത് നമ്മൾ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ കമ്പനി എന്നുള്ള ഓപ്ഷനിൽ പോവാം. കമ്പനി എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് ഇവിടെ ക്രിയേറ്റ്, ഓൾട്ടർ, ചേഞ്ച്, സെലക്ട്, ഷട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ നമ്മൾ ഓൾട്ടർ എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് കൺട്രോൾ, ഇവിടെ എന്താണ് നമുക്ക് ചെയ്യാനുള്ളത്, നാഷണൽ ട്രേഡേഴ്സ് ആണ് ചെയ്യാനുള്ളത് അല്ലെ. നാഷണൽ ട്രേഡേഴ്സ് ആണ്, നാഷണൽ ട്രേഡേഴ്സ് എന്നുള്ള കമ്പനിയാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പൊ എന്താ നമ്മളെ ഓൾട്ട് പ്ലസ് ഡേന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് അത് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അപ്പൊ നമ്മളത് ഡിലീറ്റ് ചെയ്യാനുള്ള മെസ്സേജ് വരുമ്പോൾ നമ്മൾ യെസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യും. അതിൽ നമ്മൾ ഏതാണ്, നാഷണൽ ട്രേഡേഴ്സ് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഡിലീറ്റ് ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ നമ്മളത് ഡിലീറ്റ് ചെയ്തു. ഓക്കെ, ഉണ്ടായിരിക്കില്ല അല്ലെ. നാഷണൽ ട്രേഡേഴ്സിന്റെ കമ്പനി ഉണ്ടായിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ നമ്മൾ എടുക്കുമല്ലോ. അപ്പൊ നോക്കൂ, ഇവിടെ എന്താണ് നാഷണൽ ട്രേഡേഴ്സ് കമ്പനിയുടെ പേര് അവിടെ ഇല്ല അല്ലെ, കമ്പനി നെയിം ഇല്ല. ഇനി നമുക്ക് എന്താണ് ഈ ഡാറ്റകൾ റീസ്റ്റോർ ചെയ്യണം. അപ്പൊ എന്താണ് ഡാറ്റ റീസ്റ്റോർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. റീസ്റ്റോർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഏത് ഫയലിലായിരുന്നു നമ്മൾ ചെയ്തിരുന്നത്, റീസ്റ്റോർ ചെയ്തിരുന്നത്, നമ്മൾ എന്ത് ചെയ്ത നമ്മൾ ബാക്കപ്പ് ചെയ്തിരുന്നത് FGH എന്നുള്ളത്. ഈ FGH എടുക്കുമ്പോഴാണ് നമ്മുടെ ഈ നാഷണൽ ട്രേഡേഴ്സ് എന്നുള്ളത് വരുന്നത് അല്ലെ. നമ്മളിവിടെ ചെയ്ത ടൈമും അത് ബാക്കപ്പ് ചെയ്ത ടൈമും ഡേറ്റും ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഏതാണ് നാഷണൽ ട്രേഡേഴ്സ് എന്നുള്ള ഇതാണ് നമ്മൾ എടുക്കേണ്ടത് അല്ലെ. എന്നിട്ട് നമ്മൾ എൻ്റർ അടിച്ചാല് ഇവിടെ ആക്സെപ്റ്റ് എസ് ഓർ നോ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, ആക്സെപ്റ്റ്
ഇനി നമുക്ക് എങ്ങനെ ഒരു കമ്പനി ഡാറ്റനെ സ്പ്ലിറ്റ് ചെയ്യാന്നുള്ളതാണ് നോക്കേണ്ടത്. അതായത് എങ്ങനെയെന്നാൽ ഓരോ ഫിനാൻഷ്യൽ ഇയർ നമ്മൾ ആദ്യമേ കമ്പനിയിൽ ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഒന്നെങ്കിൽ 1 ഇയർ അല്ലെങ്കിൽ 6 മന്ത് അങ്ങനെ. അപ്പൊ നമുക്ക് ഇനിയിപ്പോ 6 മന്ത് കഴിയുമ്പോഴാണ് നെക്സ്റ്റ് ഇത് ഫിനാൻഷ്യൽ ഇയർ തുടങ്ങുന്നുണ്ടെങ്കിൽ നമ്മളത് വേറെ കമ്പനി ക്രിയേറ്റ് ചെയ്യല. ആ ഡാറ്റനെ നമ്മൾ എന്താ ആ കമ്പനിയിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാൻ എന്താ ചെയ്യുന്നത് നോക്കാം. അപ്പൊ നമ്മൾ ഇവിടെ ഡാറ്റ എന്നുള്ള ഓപ്ഷനില് സ്പ്ലിറ്റ് എന്നുള്ളത് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് സ്പ്ലിറ്റ് ഡാറ്റ ചെയ്തിട്ട് സ്പ്ലിറ്റ് ഓപ്ഷൻ ചെയ്യാം. അപ്പൊ ഇവിടെ നമ്മൾ നമ്മളെ ഡേറ്റ് ഉണ്ടാവും സ്പ്ലിറ്റ് ഫ്രം എന്നുള്ളത്. അപ്പം ഇവിടെ 1 സെപ്റ്റംബർ 2025 ആണുള്ളത്. അപ്പൊ നമുക്ക് ഡാറ്റ ഫ്രം നമ്മൾ സ്പ്ലിറ്റ് ഡേറ്റ് നമ്മൾ ഇവിടെ ചെയ്യണം. അതായത് ഇവിടെ 1 സെപ്റ്റംബർ 2025 ആണ്. ഇന്ന് നമ്മൾ ഒരു ഫിനാൻഷ്യൽ ഇയർ തുടങ്ങി സെപ്റ്റംബർ ടു ഏപ്രിൽ വരെയാണ്. അപ്പൊ നമ്മള് 6 മന്ത് കൂടുമ്പോൾ 6 മന്ത് കൂടുമ്പോഴാണ് നമ്മൾ ഇത് ചെയ്യുന്നതെങ്കിൽ നമ്മളുടെ സ്പ്ലിറ്റ് ഫ്രം എവിടെ നിന്ന് സെപ്റ്റംബർ നമ്മൾ എന്താണ് അതിന്റെ ഡേറ്റ് ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, ട്രേഡേഴ്സ് എന്നുള്ള കമ്പനി ഇവിടെ നാഷണൽ ട്രഷറി ഇത് വേറെ കമ്പനിൻ്റെതാണ് കേട്ടോ. XYZ നെക്സ്റ്റ് നമുക്കത് ചെയ്യണമെങ്കിൽ അവിടെയും ആ XYX എന്നുള്ള കമ്പനീൻ്റെതും നമുക്ക് സ്പ്ലിറ്റ് ചെയ്തെങ്കിൽ അതും ചെയ്യാം. അപ്പൊ നാഷണൽ ട്രേഡേഴ്സും അതായത് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഉള്ളത് പിന്നെ നമുക്ക് ഏത് വരെ ഏപ്രിൽ 20 അതായത് 2026 വരെ നമുക്ക് ആ ഇയർ നമുക്ക് പോവുകയും ചെയ്യാം കേട്ടോ. ഇത് നമ്മൾ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്ത നാഷണൽ അതായത് നമ്മൾ ആ 25 അതിന്റെ ഡേറ്റ് പറഞ്ഞാൽ 25 നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അതായത് സെപ്റ്റംബർ 25 അവിടെ ഉള്ളത്. ഓക്കെ, ഇങ്ങനെയാണ് ഡാറ്റ സ്പ്ലിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ എന്തൊക്കെയാ നോക്കിയത്? ഡാറ്റ ബാക്കപ്പ് ചെയ്യാനും ഡാറ്റ റീസ്റ്റോർ ചെയ്യാനും എങ്ങനെയാണ് ഡാറ്റ നമുക്ക് ഡാറ്റ എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യാനും ഉള്ളതാണ് നമുക്ക് ഉള്ളത്. അപ്പൊ ഈ ലെഡ്ജർ അക്കൗണ്ടിൽ നമ്മൾ ആ ഡാറ്റകളൊക്കെ നമ്മൾ ക്ലോസിങ് ചെയ്ത് പുതിയതായിട്ട് നമ്മൾ ഇവിടെ ഈ ഓപ്പണിംഗ് ബാലൻസിനായിട്ട് നമ്മളിവിടെ ഡാറ്റകൾ കൊടുക്കുന്നതാണ്. ഓക്കെ,